കുറച്ചധികം വലിപ്പം കൂടുതലാണ്. ഓക്കെ, അപ്പർ സൈഡ് വൈഡർ ആണല്ലേ? ഓ, ഇത് ഇങ്ങനത്തെ ഇത് ഗ്യാപ്പില്ല. വാവ്, രണ്ടും ജിയോമെട്രിക്കലി ഞാൻ അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ കണ്ടിട്ടില്ല. സോ എനിക്ക് ഈ കപ്പൽ തിരിച്ചിറക്കണതാണ് ഇപ്പൊ എന്റെ മൈൻഡിലുള്ളത്. ടാസ്ക് ഇറങ്ങണോടെ വന്നേട്ടാ. എടാ, ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പച്ച ബിൽഡിങ് വഴി തെറ്റിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസം എന്തായാലും വണ്ടി പോകുന്നുണ്ട് ഇതുവഴി അല്ലേ? റോഡ് മാർക്കുകളെല്ലാം കിടപ്പുണ്ടല്ലോ. പശുവാണ് കേട്ടിട്ടുണ്ട്. നല്ല ജിമ്മിൽ പോണ പശുവാണ് കേട്ടോ. നല്ല കാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആണ്, ഇതാണ് ഇതിലെ കില്ലാടി. ആണ് ടുണ്ടറയ്ക്ക് വഴി കാണിക്കുന്നത് ഈ ഓഫ് റോഡില്. തിരിച്ചിറങ്ങണം തമ്പുരാനെ. വെൽക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ആക്ച്വലി ഇന്നിതാ പൺപ്ലക്സിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ആൽബിനീസിയർ, HTX മൊയലാളി ഇവിടെ ഉണ്ട്, കെവിൻ ഉണ്ട്. കെവിൻ ജസ്റ്റ് അപ്പുറത്തെ കടവര പോയി കേട്ടോ. ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ സാധാരണ നമ്മൾ ചെയ്യും പോലെ ഇവിടെ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് എക്സ്ട്രീംലി പോവാണ് നമ്മൾ. സ്ട്രൈറ്റ് ടു സർപ്രൈസ് പ്രൈസ്. പോകുന്ന സ്ഥലം ഞാൻ എന്തായാലും ചുമ്മാ സർപ്രൈസ് ഇട്ടൊന്നും കാര്യമില്ല കേട്ടോ. തുടക്കത്തിൽ പറയാൻ വേണം, നിങ്ങളതെല്ലാം കാണും. ബോണക്കാടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ആക്ച്വലി അത് നമ്മൾ പ്ലാനിലില്ലായിരുന്നു. നമ്മൾ കാരണം പെർമിഷൻ എടുക്കണം, വിളിച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. പോകുമ്പോൾ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും എടുക്കുക എന്നുള്ള രീതിയിൽ. ബാക്കി നമ്മൾ താഴെ വെച്ചിട്ട് വന്നാൽ ബോണക്കാട് വെച്ച് നമ്മൾ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ മറ്റേതെങ്കിലും ഒരു സ്പോട്ട് പിടിച്ചിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തായിരിക്കും മുകളിലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ സോ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ബോണക്കാട് എനിക്ക് ട്രിവാൻഡ്രം കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഇൻ ട്രിവാൻഡ്രം ബോണക്കാടാണ്. സോ വി ആർ ഗോയിങ് ഫോർ ദേ. സോ അപ്പോൾ ഇനി ലേറ്റ് ആകുന്നില്ല, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ വിതിരെത്തിയിട്ട് നമ്മൾ കുറച്ച് പയ്യന്മാരൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ ഫുഡ് അടിച്ചിട്ട് പോകാനായിട്ടുള്ള സെറ്റപ്പിലാണ്. വണ്ടി അങ്ങോട്ട് മാറ്റി പാർക്കിട്ടുണ്ട്. അമീർ ഇവിടെ നിൽപ്പുണ്ട്. ചമ്മന്തി പാത്രം കുറച്ചധികം വലിപ്പം കൂടുതലാണ്. ഇവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പിന്നെ നിന്നല്ലേ പുള്ളിക്ക് സ്പീഡ് വരാനാണ് എന്തോ. പക്ഷെ വാക്കിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു ഉപയോഗമായിരുന്നല്ലേ ഗൈസ്. അങ്ങനെ നമ്മളിതാ എൻട്രി ടു ബോണക്കാട് വണ്ടി ഇവിടെ നിർത്തിയിട്ട് സേഫായിട്ട് വേറൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. വാവ്, ദിസ് ഈസ് ദ അറ്റ്മോസ്ഫിയർ മാൻ. ഗൈസ് ഇവിടെ കുളയൊക്കെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇറക്കി അർമാദിച്ചപ്പോഴേ പറ്റിയാണ്. എൻ്റെ കാലിലുണ്ടായിരുന്നു, കാലിലിടയിരുന്നു. ഇവിടെ പോയാ അതുകൊണ്ട് അടുത്ത് ഇവിടെ കുളയട്ട എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രക്തം പോകാൻ പറയാം ബാട്ടോ. ഗൈസ് ബാക്കിൽ വലിയൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഇതേമാതിരി തല മാത്രമേ ഉള്ളൂ ഗൈസ്. കുലുങ്ങോന്ന് അവൻ കുലുങ്ങോന്ന് പറഞ്ഞ് അപ്പൊ അതെന്തോ വലുതാണ്. ഇത്രയും കാലം അനങ്ങ പുല്ലിൻ്റെ ഇടയിൽ കൂടെ. കം ഓൺ ഹബീബി, മാർക്കോട് പേസ്റ്റ് ആയിപ്പോ. എടാ നിനക്കിവിടെ റേഞ്ച് ആടാ. 12 HTS ഓൺ പാവ. പടച്ചോനെ പയ്യെ പറഞ്ഞാണ്, സോറി. വണ്ടി ഭയങ്കര മോശമാണെന്ന്. അത് വന്ദനം ചേട്ടൻ്റെ അടുത്ത് അല്ലേ ഏട്ടാ? വാറണ്ടി വരുന്നതിന് മുമ്പ് അടുത്ത ഷോപ്പ് മാറ്റണം. തിരിച്ച് പിന്നെ കുഴപ്പമില്ല, എഞ്ചിനിലിട്ട് ഇറങ്ങാം. അല്ല അവിടെ സെറ്റാണല്ലേ, അവിടെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ബാക്കി ഇങ്ങോട്ട് വരണ ഓട്ടിക്കാൻ. ഇവിടെ ബ്രേക്ക് പിടിച്ചാൽ ചറുകി ഇതൊരു കറങ്ങി താഴെ. നെക്സോൺ ആയതുകൊണ്ടും ബന്ധനൻ കില്ലാടി ആയതുകൊണ്ട് പോ, കയറിപ്പോ. ഇല്ല മറ്റവനെ ഡിക്കി കയറണോ? വേണ്ട, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പോ. വീഡിയോ എടുക്കാൻ ചുമ്മാ പോ. ഞാൻ ഇത് തന്നെ എങ്ങനെയെങ്കിലാണ് പടച്ചവനെ ഇത് കയറി വന്നതിന് 1000 ദൈവങ്ങളെ പ്രാർത്ഥിച്ച് കേട്ടോ. ആ ഗൈസ് ടാസ്ക് ഇറങ്ങണോടെ വന്ന ചേട്ടാ. അറിഞ്ഞൂടാ
കേറോ ടുണ്ട്ര? അല്ല ടുണ്ട്ര വീതിയാണ് ഞാൻ നോക്കണം. ബാക്കി എല്ലാം സെറ്റാണ്. അല്ല വളച്ചവനെ കയറി വരുന്നുണ്ട് ഗൈസ്. ജിയോമെട്രിക്കലി ഞാൻ അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ കണ്ടിട്ടില്ല. സോ വഴി തെറ്റിയെന്നാണ് അതിന്റെ അർത്ഥം. പേപ്പാറ ഡാം കാണാൻ പറ്റും, അല്ലെങ്കിൽ വഴി ഇതല്ല. ആണ് തന്നെ കാണാൻ പറ്റും. അത് അപ്പുറത്തേക്കും കാണാം. അത് തന്നെ പട്ടി ഷോ. രണ്ട് കല്ല് കയറിയപ്പോ അങ്ങനെ അഹങ്കാരം. അവിടെ പേപ്പാറ ഡാം കാണാം കേട്ടോ. എന്താണ് വ്യത്യാസം? എന്താണ് അത് തന്നെ? ആൾക്കാർ കേൾക്കണ്ട, ഭ്രാന്താണെന്ന് വിചാരിക്കും. ടുണ്ട്ര പോവോടെ ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഇത് തന്നെയടേ ഇതല്ലെങ്കിൽ പെട്ടില്ലേ നമ്മള്, തിരിക്കാൻ സ്ഥലമില്ല. അതൊക്കെ ഉണ്ട്. നമുക്ക് നിർത്തി മറ്റേ കറക്കെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് വളയ്ക്കാൻ പറ്റും. അവർക്കാണ്, അല്ല നമുക്കും വളയ്ക്കാൻ പറ്റൂലടാ ഇവിടെ. അതൊക്കെ വളയ്ക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. എനിക്ക് ഈ കപ്പൽ തിരിച്ചിറക്കണാണ് ഇപ്പൊ എന്റെ മൈൻഡിലുള്ളത്. അതൊക്കെ നമ്മളിപ്പോ ചാടി അങ്ങ് പോകും. പറഞ്ഞു കൊടുത്ത് വരുത്താ അല്ലേ എന്നാണ് എന്റെ പ്രതീക്ഷ. ഗൈസ്, നമ്മളീ പോകുന്നത് തന്നെയാണ് വഴി എന്നാണ് നമ്മളൊരു അനുമാനം. ഇവിടെ ഒരു വഴി കണ്ടു പോകുന്നു. ബാക്കി എല്ലാം തമ്പുരാൻ അറിയാം. ഇത് പാരലായിട്ട് പോകണം, അതിലാണ് എനിക്കൊരു ഡൗട്ട്. മഞ്ഞുള്ള മലയിൽ ചെല്ലും. ഇതിപ്പോ ഏതോ ഇറക്കമാണ്, നമ്മൾ തമിഴ്നാട് എത്തുമെന്നാണ് എന്റെ വിശ്വാസം. പേപ്പർ ഡാം ഇത് തന്നെ വഴി. കൊടൈക്കനാലാണ് അതിന്റെ അടുത്ത്. എടാ ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പച്ച ബിൽഡിങ് വഴി തെറ്റിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. അതുകൊണ്ട് അതാണ് എനിക്ക് ടെൻഷൻ. ഞാൻ ഈ സാധനം കണ്ടിട്ടില്ലടാ, ഈ പച്ച ബിൽഡിങ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ സുഖമായിട്ട് വളയ്ക്കാം. ഒരു മിനിറ്റ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആന്റി കോച്ചിങ് ക്യാമ്പ്. ഇതെപ്പോ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ. ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. ഇങ്ങോട്ട് തന്നെ എന്താ തമ്പുരാനെ, നമ്മൾ വഴി തെറ്റിപ്പോയി എന്നാണ് എന്റെ വിശ്വാസം. തല്ലിപ്പൊളിയാണ് ശബ്ദം കേൾക്കണം. നെക്സോൺ ഇടുന്ന ചാണകമാണ് റോഡി മൊത്തം. വണ്ടി കണ്ട സൺഗ്ലാസ് വെച്ചേക്കുന്ന മഹത് വ്യക്തിയെ കാണിക്കും നിങ്ങള്. കാണും, ഇതാണ് ഇതിലെ കില്ലാടി. നെക്സോൺ ആണ് ടുണ്ട്രയ്ക്ക് വഴി കാണിക്കുന്നത് ഈ ഓഫ് റോഡില്. തിരിച്ചിറങ്ങണം തമ്പുരാനെ. എന്തായാലും വണ്ടി പോകുന്നുണ്ട് ഇതുവഴി അല്ലേ? റോഡ് മാർക്കുകളെല്ലാം കിടപ്പുണ്ടല്ലോ. പശു കാണാൻ കിട്ടിയിട്ടുണ്ട്. നല്ല ജിമ്മിൽ പോണ പശുവാണ് കേട്ടോ. നല്ല കാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എടാ ഇപ്പറ സൈഡിൽ ഇത്തിരി സീനാണെന്ന് തോന്നാട്ടാ. നമ്മളിപ്പോ ഫൈനലി വി ആർ ഇൻ പ്രേത ബംഗ്ലാവ്. യെസ് ഗയ്സ്, ഇതിനകത്ത് കയറണം. വഴി തെറ്റിന്ന് ടെൻഷൻ അടിച്ച് മരിച്ചു. ബട്ട് വി ആർ ഇൻ പെർഫെക്റ്റ് ഡീവിയേഷൻ. വന്തൻ HTX മതി അപ്പൊ. ആൽബിങ് വാ, രണ്ടുപേരും വാ. അവിടെയാണ് ഗൈസ്. അവിടെ നിങ്ങൾക്ക് പേപ്പർ ഇടാൻ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ക്ലീൻ വ്യൂ ആണ്. ടുണ്ട്ര ഇവിടെ ഉണ്ട്. മാക്സോൺ ഈസ് ഹിയർ. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ പോകട്ടെ. കെവിനെ വാടാ പോവാം. അമ്മേ എൻ്റെ അടപ്പ് എവിടെ? അടച്ചവനെ എൻ്റെ ക്യാമറ പോയി ഗായ്സ്. നമുക്ക് പറപ്പിച്ച് പോകാം ഗൈസ്. ഒരു ചരിഞ്ഞൊരു സാധനം കിടക്കണം. ഒരു സാധനം ചരിഞ്ഞ് കിടക്കണം. നെക്സോൺ ആയിട്ട് ഇവിടെ തലകുത്തന വീണ്ടും. ഓക്കെ അപ്പർ സൈഡ് വൈഡർ ആണല്ലേ? ഓ ഇത് ഇങ്ങനത്തെ ഇത് ഗ്യാപ്പില്ല ഗൈസ്. ഇങ്ങോട്ട് തിരിക്കും. വാവ്, രണ്ടും ഇത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നേരത്തെ നിങ്ങൾ കാണാൻ ടയറിങ് ഇറങ്ങിയിരിക്കുക. സോ നമ്മളത് എവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അവന്മാരെല്ലാം ബാക്കിലിരുന്ന് വരാൻ പോവാണ്. വരട്ടെ. ഹാപ്പി ബൈസ്. ഗൈസ് ഇങ്ങനെ എന്നെ കൊലയ്ക്ക് അടിക്കുന്ന ഫോണല്ല, കയ്യും തലയൊക്കെ ഒന്ന് ഇടിച്ച് കേൾക്കുന്ന ഫോണാണ്.
ആ കഴിഞ്ഞു. ഇനി ഞാൻ എണീച്ചു കേട്ടാ. കിടക്കുന്നില്ല, പക്ഷേ സീറ്റ് കുറച്ച് ബാക്കി ഇട്ടിട്ടില്ല. ഒന്ന്, രണ്ട്, മൂന്ന് കാട്ടിനകത്ത് എവരിബഡി ഫുൾ താങ്ക്സ്. സോ ഫുൾ ഗൈസ്, നമ്മളെല്ലാം ഇങ്ങനെ താഴെ എത്തി. ബോണക്കാട്, ബൈ ബൈ ബോണക്കാട്. സോ നമ്മൾ പോകണം. ഞാൻ, കെവിനുണ്ട്, റോഹനുണ്ട്, പണ്ടം മുതലാളിയുണ്ട്. ഗോ. ആക്ച്വലി വണ്ടി കാണാനായിട്ട് ഒന്ന് രണ്ട്. എൻ്റെ കൊറോള ഇതല്ലേ അവിടുത്തോണ്ട് പോയാ. ഒരു കാട്ടാക്കട നന്നാട്ടോ. ഹലോ എടാ, ഈ സൈഡ് ക്യാമറ ഒക്കെ പിടിച്ചോളി തമ്പുരാനേ. തറല്ല ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്ത് കയറാം. വേണ്ട ഓവർടേക്ക് അല്ല, അതിനെ ഫ്രണ്ടിൽ നിർത്തുക. ഇനി ചേട്ടാ എന്റെ യൂട്യൂബ് വീഡിയോ ഉടനെ ഇടണേ. കഥ കേട്ടാ കൊള്ളാം. സെറ്റ് എല്ലാവരുടെ റിയാക്ഷൻ കാണാൻ ആക്ച്വലി. അപ്പോൾ അടുത്ത് നമ്മളെ ഗ്യാരേജിലോട്ട് പോകട്ടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നമ്മൾ ജസ്റ്റ് ഒരു ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ കൊറോള നമ്മുടെ സിറ്റിയാണ് കിടക്കുന്നത് കേട്ടോ. ഒരെണ്ണം അല്ലല്ലോ, ഇതല്ല, വേറെ സിറ്റി. ഇറങ്ങട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞു. നമ്മൾ എഫ് ചെയ്ത് ഇറങ്ങാണ്, ടുണ്ടർ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഉടനെ തന്നെ വീണ്ടും തിരിച്ച് ഇതേ റൂട്ടിലോട്ട് വരുന്നുണ്ട്, as soon as possible. സോ അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂയുടെ ഒരു ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വ്ലോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്, റൈഡ് സേഫ്.